ഹായ് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. അപ്പം ഗെയ്സ് നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. ഫസ്റ്റ് ഞങ്ങൾ രാവിലെ എണ്ണീറ്റിട്ട് 8:30 എണ്ണീറ്റ് പാർക്കിട്ടിനിടെ ഉണർന്ന് നടക്കണം കേട്ടോ. ഇന്ന് ആയിട്ട് പണിക്ക് പോകണം. അപ്പം ഞങ്ങൾ നേരത്തെ എണ്ണീറ്റ് അപ്പം പുള്ളി വിളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എണ്ണീറ്റ് അപ്പം അങ്ങനെ ഞാനും പാറും കൂടി കുറേ ടൈം ഇങ്ങനെ കുറച്ച് നേരം എണ്ണീറ്റ് കഴിഞ്ഞാൽ കേട്ടോ. കുറേ ടൈം ഇങ്ങനെ കുഞ്ഞു കളിക്കും. അവളെ കുറച്ച് ഉമ്മയൊക്കെ കൊടുക്കും. രാവിലെ പോകുമ്പോൾ അവളെ കൊണ്ടുപോയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്നേഹപ്രകടനമാണ് ഞങ്ങൾ തമ്മിൽ. അങ്ങനെ അവളുമായിട്ട് എണ്ണീപ്പിച്ച് കുറച്ച് നേരം എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് അടുക്കളയിൽ പോയി അമ്മയ്ക്ക് ഗുഡ് മോർണിംഗ് വെക്കും. പിന്നെ രാവിലെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ. രാവിലെ ചപ്പാത്തി മുട്ടക്കറിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഡാഡിയുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ തമ്മിലൊരു പ്രേമമുണ്ട്. പിന്നെ എല്ലാവർക്കും ഉച്ചയ്ക്കൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഉമ്മയൊക്കെ കൊടുത്ത് സെറ്റാവും. പിന്നെ രാവിലെ എല്ലാവരെയും അടുത്ത് പോയി ഹാജരൊക്കും കേട്ടോ. നമുക്ക് കുളിക്കണം. ഇതെല്ലാം കുളിച്ചിട്ട് ബാക്കി പറയാം. കുളിച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്തായാലും ബാക്കി ഒന്ന് ഒരുങ്ങണം. ജസ്റ്റ് ഒരു പൊട്ടും കുത്തി ലിപ്സ്റ്റിക്ക് ഇടണം. അപ്പം എന്തായാലും ധൃതിയാണ് കേട്ടോ. ഭയങ്കര ധൃതിയാണ് പോകാൻ. അപ്പം എന്തായാലും ഞാൻ പെട്ടെന്ന് ഒരുങ്ങിയിട്ട് സെറ്റാവാം. അങ്ങനെ പൊട്ടെല്ലാം തൊട്ട് ഞാൻ അരിച്ച് വിറകി ഒരു തപ്പാണ്. ഭയങ്കര ധൃതിയായിരുന്നു. അന്നത്തെ ഒരു ദിവസം ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ പൊട്ടെല്ലാം കുത്തി കണ്ണൊക്കെ എഴുതി വലിയ ഇതൊന്നും ഇല്ല കേട്ടോ. പിന്നെ കടയിൽ വന്നാട്ടോ ഞാൻ ബാക്കി പരിപാടിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ മാലയെല്ലാം ഇട്ട് സെറ്റാക്കി ഞങ്ങൾ അങ്ങനെ വണ്ടിയെ കയറി. നമ്മൾ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടായിരിക്കും കേട്ടോ പോകുന്നത്. വണ്ടിയിൽ കൂടെ തന്നെ വണ്ടിയിൽ അങ്ങനെ കയറി. പിന്നെ നമ്മൾ ഷോപ്പിൽ ചെന്ന് കടയൊക്കെ ഓപ്പണാക്കി. നമുക്ക് ക്യാമറയുണ്ട്, അതെല്ലാം കുത്തി സെറ്റാക്കി നമ്മൾ ഷോപ്പിലൊക്കെ എത്തി. ഷോപ്പൊക്കെ തുറന്നു. ഇനി എന്തായാലും ജസ്റ്റ് ഒന്നൊരു നമ്മൾ വീട്ടിൽ നിന്ന് സിമ്പിളായിട്ടാണ് വന്നത്. ഞാൻ പിന്നെ ഇവിടെ വന്നിട്ടാണ് ഒരുങ്ങുന്നത്. അപ്പം ഞാൻ ഷോപ്പായിട്ടൊരു വീഡിയോ ഇനിയും കാണിക്കാം എന്തായാലും. അപ്പം ഇന്നുള്ളത് കുറച്ച് കാര്യങ്ങളായിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. വലിയ വീഡിയോ ഒന്നും അല്ല, കൊച്ചു വീഡിയോ. അപ്പോൾ ഇന്ന് രാവിലെ ഫുഡൊക്കെ കഴിച്ച് ചപ്പാത്തിയാണ്. അതൊന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. ധൃതി വെച്ച് ഓടി വന്ന കേട്ടോ. അപ്പം എന്തായാലും ബാക്കി പുറകെ കാണിക്കാം കാര്യങ്ങൾക്കുള്ള. അപ്പം ഞാനിങ്ങനെ അങ്ങനെ ആക്കി പോകത്തില്ല. അപ്പോൾ രാവിലെ വന്ന് നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് വിളക്കും കൂടെ കത്തിക്കുന്നതുകൊണ്ട് എനിക്ക് വൃത്തിയായിട്ട് എപ്പോഴും കിടക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ തൂത്തെല്ലാം ഇട്ടിട്ടാട്ടോ പോകുന്നത്. അപ്പം ഇന്ന് എന്തായാലും ഞാൻ എല്ലാം കാണിച്ചിട്ട് നമുക്ക് വീഡിയോ ഒത്തിരി ലോങ് ആക്കാതെ കുറച്ചൊരു വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗീസ് തുകയെല്ലാം തൂത്ത് റെഡിയാക്കാം. അപ്പം ഞാനിങ്ങനെ വൈകുന്നേരം ഒരു 6:30-7 മണിയാകുമ്പോൾ ഒരു തൂപ്പുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 9:30 ആ ടൈമൊക്കെ ആകുമ്പോൾ തൂത്തുവാരും. കട അടയ്ക്കാറാകുമ്പോൾ തൂത്തുവാരിയെല്ലാം നീറ്റാക്കും. അങ്ങനെ 4 മൂലയടിച്ച്. ഇത് നമ്മുടെ കമ്മലിൻ്റെ ഒരു വലിയ ബോക്സാണ്. അതും ഞാനെല്ലാം നീക്കി ആ മൂലയും എല്ലാം അടിച്ച് ഞാൻ വൃത്തിയാക്കും. ഇല്ലെങ്കിൽ നമുക്കൊരു ഇനിയില്ല വൈകിട്ട് വരുമ്പോഴത്തേക്കിനില്ല രാവിലെ തുറക്കുമ്പോഴത്തേക്കിനും ഒരു ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ ഒരു സൈഡെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ വെളിയിൽ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ അതെല്ലാം എടുത്ത് ഞാനിങ്ങനെ വെളിയിൽ ഇറക്കിയിട്ടാട്ടോ അവിടെ എല്ലാം തൂക്കുന്നത്. അല്ലെങ്കിൽ ഒരു രസമില്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കണക്കും കാര്യങ്ങളും എല്ലാം നോക്കി അടയ്ക്കാറാകുമ്പോൾ കേട്ടോ കണക്കും കാര്യങ്ങളും എല്ലാം നോക്കി കൊടുത്തതും. നമുക്ക് 2 ചിട്ടിയുണ്ട്. അതിൻ്റെ ക്യാഷും എല്ലാ കാര്യങ്ങളും കൊടുത്ത് നീറ്റാക്കി വൈകിട്ട് പുള്ളി വരുമ്പോൾ നമ്മളത് കാണിക്കും. അങ്ങനെ അതെല്ലാം സെറ്റാക്കി കടയെല്ലാം ഓഫാക്കി. അതാട്ടോ നമ്മുടെ തട്ടുകടയെന്ന് പറയുന്നത്. അങ്ങനെ കടയെല്ലാം അടച്ച് പുള്ളി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ വന്നു കുഞ്ഞുമായിട്ട് കുറേ നേരം. വൈകുന്നേരം ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിൽക്കും. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.